ഗൈസ് പൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡേറ്റ് നൈറ്റ് പ്ലാൻ ചെയ്തു. ഫുഡൊക്കെ ഓർഡർ ചെയ്തത്, ഫുഡ് വന്നു. കൊണ്ടാട്ടം, ചിക്കൻ കറി, സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ കേട്ടോ. എന്തേ ഡേറ്റ് നൈറ്റാണ്, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ ഈ റിസോർട്ട്. എങ്ങനെയുണ്ട് ഹോട്ട് ആൻഡ് സോർ? എങ്ങനെയുണ്ട്? സൂപ്പ് നല്ല ടേസ്റ്റ്. അല്ല തണുക്കാൻ തുടങ്ങി. ഞാൻ എ സി ഇട്ടാണ് ഗൈസ്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ പൂളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ വന്ന് കുറച്ചു നേരം കിടന്ന് നല്ല ഉച്ചക്ക് ഇത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ടേസ്റ്റായി. ഇനി കൊണ്ടാട്ടം കഴിച്ചു പോകണം, ചിക്കൻ കറി കഴിച്ചോ, കഴിച്ചു നോക്കി. ചപ്പാത്തിയും പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മൂന്നാർ വിസിറ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെ വിസിറ്റ് ചെയ്യാം. ഇനി കപ്പിളായിട്ടാണേലും നല്ല അറിയാം അല്ലേ. കപ്പിളായിട്ടാണേലും ഫാമിലി ആയിട്ടാണേലും സിംഗിളായിട്ടാണേലും കിട്ടില്ല പ്ലേസ് കേട്ടോ. അതാണ് നല്ല പീസാണ്. ഇനിയിപ്പോൾ വെള്ളം അടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ നടക്കണം അങ്ങനെയാണേലും ഓക്കെ ആണ്. പക്ഷെ ഇതുണ്ടോ ഫുൾ സൈലന്റ് ആണ്, ആരുമില്ല. ആൾക്കാരുണ്ട്, താഴെ പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് അടിക്കാൻ അറിയില്ല, പക്ഷെ ഒരു പീസാണ്, നല്ല സമാധാനം. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഫുഡായാലും അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം ഓക്കെയാണ്. വെതറും വലിയ സീനില്ലായിരുന്നു. ഉച്ചക്ക് വന്നപ്പോ വെയിലായിരുന്നു, പക്ഷെ വൈകുന്നേരം രാവിലെ ഭയങ്കര മഴ, ഉച്ചക്ക് ഭയങ്കര വെയില്. ഇപ്പൊ നല്ലൊരു AC. ഞാൻ പറഞ്ഞില്ലേ ആവശ്യമുള്ളപ്പോ മഴ പെയ്യില്ല. രാവിലെ ഇറങ്ങി ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് എനിക്കാണ് തണുക്കുന്നത്. ഉള്ളതാ ഞാൻ വിറയ്ക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് ഗൈസ്? കമന്റ് ചെയ്യൂ. ഞങ്ങൾ ഇന്ന് ഡേ നൈറ്റ് ആയതുകൊണ്ട് മാത്രമേ എനിക്കും ഉണ്ട് ഔട്ട്ഫിറ്റ് കേട്ടോ. ഇതുണ്ടോ? ഇതാണ് ഗൈസ്. യാ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടെ. നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ബൈ. ഫുഡ് കഴിച്ച് തന്നിട്ട് വരാം. ഓക്കെ, വന്നു, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ, ബൈ ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കിടന്നുറങ്ങി. എഴുന്നേക്ക്. ഹലോ, എഴുന്നേക്കടോ, എഴുന്നേക്ക്. ആ പുറത്ത് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നു, നോക്കാം. എഴുന്നേക്ക്. എഴുന്നേക്ക്. അയ്യോ, എഴുന്നേക്ക്. വാ, തുറക്ക്. അപ്പുറത്ത് പോയി നോക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അങ്ങോട്ട് വീഡിയോ എടുത്താൽ പറയുമോ അവർ? പറയുമോ? ഇവിടെ നിന്ന് എടുക്കാം. വാ, കുറച്ച് കഴിഞ്ഞെടുക്കാൻ ബാക്കി. വാ, തണുക്കുന്നു. നല്ല തണുപ്പ്. നമുക്ക് കടയുമ്പോ പൂളിറങ്ങാവേ. എനിക്ക് സത്യം പറഞ്ഞ പൂള് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്ര ഉള്ള എന്നാ കുറച്ചുകൂടി ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ. ഫുഡ് കഴിക്കണ്ടേ? കോഫി. കോഫി ഉണ്ടാക്കും. പൂക്കി നീ ഉണ്ടാക്കും. പൂക്കി
നോക്കി. എനിക്കറിയില്ല, നിനക്കറിയാലോ എന്റെ കോഫി ഞാൻ ഉണ്ടാക്കാം. അതെനിക്കറിയാം. എനിക്ക് കോഫി ഉണ്ടാക്കാൻ മാത്രം അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കി കൊള്ളത്തില്ല. ഈ പ്ലേസ് നല്ല പീസ്ഫുൾ ആണ് കേട്ടോ. ഒരു വോയിസും ഇല്ല. നല്ല കിടില സ്ഥലമാണ്. കാരണം ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളൊരു കോഫി കുടിക്കട്ടെ ഗൈസ്. കോഫി കുടിച്ചിട്ട് ഇനി വരാം. ഓക്കെ, ബൈ 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 ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ഉച്ചയായപ്പോൾ വ്ളോഗും പോട്ടെ പൂളിലിറങ്ങാൻ വന്നതാണ്. എങ്ങനെയുണ്ട് പൂൾ? വാ ഇറങ്ങി വാ. ഇത് കണ്ട ഗൈസ്, നിങ്ങൾ ചാടി തെറിപ്പിക്കോ ഗൈസ്? ഇവക്ക് തല നനക്കാൻ മടിയാ, മേക്കപ്പ് പോകുമെന്ന് വിചാരിച്ചിട്ട്. ആ ഓക്കെ ഗൈസ്, അല്ലെങ്കിൽ അവള് കുളിക്കാറുണ്ട്. നിങ്ങൾ ഈ വ്യൂ കണ്ടോ? ഇത് പോയി കിട്ടില്ല വ്യൂ കേട്ടോ. അയ്യോ പോയാനെ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ് അവിടെയാണ് കേട്ടോ. ആ നിന്റെ ഡ്രസ്സും കൊണ്ട് മീൻ പിടിക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നുണ്ടാവും, നാളെ രാവിലെ ഉണ്ടാവും അല്ലേ? എന്നിട്ട് ഞങ്ങൾ നാളെ ഒരു 8 o'clock ഗൈസ് മിക്കവാറും ഈ വ്ളോഗ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പണി പോകും. എൻ്റെ വർക്ക് പോകാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. എൻ്റെ പണി പോയി കഴിഞ്ഞാൽ നീ എന്നെ നോക്കൂലേ? തീർച്ചയായും നോക്കുവോ? കണ്ടാ മതി നൈസ്. അപ്പോൾ ഞങ്ങൾ പുള്ളെ കുളിയൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് റൂമിൽ കയറണം, ഫുഡ് കഴിക്കണം. ഫോട്ടോ എടുത്തരാം നൈസ്. അപ്പോൾ ഇതെവിടെയാ ലൊക്കേഷൻ എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ, ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ഈ കോട്ടേജ് ഫുള്ളിൽ ആൾക്കാരുണ്ട് കേട്ടോ. താഴെ ഇന്നലെ ഇല്ലായിരുന്നു അവർ, ഇന്ന് ഇവിടെ വന്നു. രാവിലെ തൊട്ട് ഇവരെല്ലാം പൂളിൽ ഇറങ്ങി കളിക്കുമായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്ത്. രാവിലെ ഇവരെല്ലാം ഇറങ്ങിക്കൊണ്ട് ഉച്ചക്ക് ഇറങ്ങി. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവക്ക് നീന്താറിയില്ല. ഇവക്ക് നീന്താറിയില്ല. ആലപ്പുഴയാണ് ഇവളുടെ വീട്, ഇവക്ക് നീന്താറിയില്ല. തെറ്റാണ്. ഇവളുടെ വീടിൻ്റെ മുറ്റത്ത് കായലാണ് ഗൈസ്, എന്നിട്ട് ഇവക്ക് നീന്താറിയില്ല. വെള്ളം പേടി അതൊക്കെ നമ്മൾ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബാക്കി വീഡിയോസിൽ കാണും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാ, തിരക്കായിപ്പോയി. എന്നെ വലിച്ചിടട്ടെ? വലിക്കും വീഴണം, നീ അനുഭവിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ. ഇതാണ് പൂള്, ഇതാണ് റിസോർട്ടും കോട്ടേജും കാര്യങ്ങളൊക്കെ. എന്തായാലും പറയാനുണ്ടോ സബ്സ്ക്രൈബേഴ്സിനോട്? ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. രാവിലെ നല്ല കോടായിരുന്നു അല്ലേ? ഞാൻ 5:30 ഇവിടെ വിളിച്ചതാണ്, എഴുന്നേറ്റ് എവിടെയെങ്കിലും പോവാന്ന്. അപ്പോൾ എനിക്ക് ഉറങ്ങണം. ഇന്നലെയൊക്കെ വണ്ടി ഓടിച്ച് വരുമ്പോണ്ടല്ലോ, ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഉറക്കമാണ്. ഇവളോട് പറയാൻ പറ്റില്ല, ഞാൻ ഉറങ്ങിപ്പോയി. നോക്കി കയറണം. എന്നെ പറഞ്ഞു, എൻ്റെ വണ്ടീനെ പറയല്ലേ. നാളെ നീ ഇല്ല ഗൈസ്. അപ്പോൾ കുറേ റീല് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. വണ്ടറിങ് കിങ് ചെക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും പ്രൊമോഷൻ ഗൈസ്. ഇവരുടെ പേജും കൂടി നോക്കുക, ചെക്ക് ചെയ്യുക. ഇവരുടെ പേജിൽ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്, വീഡിയോസും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. ഈ വ്ളോഗ് ഒരു
ഓക്കെ. നമ്മളിവിടെ 3 days ആണ് സത്യം പറഞ്ഞോളൂ. ആ 3 days നമ്മൾ ഒന്നിച്ചായിരിക്കും ഒറ്റ വ്ളോഗായിട്ടായിരിക്കും. ഒറ്റ വ്ളോഗായിട്ടോ ചിലപ്പോൾ പാട്ടായിട്ട് വരും, പറയാൻ പറ്റില്ല. നിങ്ങൾ പറ, ഇത് ഫുള്ളായിട്ട് വിടണോ അതോ കട്ട് ചെയ്തിട്ട് ഇടണോ? അവർ പറയും ഫുള്ളായിട്ട് വേണമെന്ന് പറയാം. അത് ശരിയാണ്. അല്ല, ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബാക്കി എന്താ ഇതിൻ്റെ ഷോർട്സിൽ ആഡ് ചെയ്യാം. ഇതിൽ അപ്ലോഡ് ചെയ്യാത്ത ഫുട്ടേജൊക്കെ ഞങ്ങൾ ഷോർട്സിൽ ആഡ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നല്ല വെയിലായി. രാവിലെ ഇറങ്ങുമെന്ന് വിചാരിച്ചാൽ വെള്ളത്തിന് നല്ലതാണ് ഇപ്പോൾ. പക്ഷെ ഇവക്ക് വെയിൽ കൊണ്ട് കറുത്തു പോകുന്നു പറഞ്ഞിട്ട് ഇവള് തലവേദന എടുക്കും. ഗൈസ്, നാളെ വർക്കിന് കയറണം. വർക്കിന് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് രാവിലെ പോകാൻ പറ്റുള്ളൂ. ഞാൻ TLനെ വിളിച്ച് സോപ്പിടണം. ഇവക്ക് പിന്നെ കുഴപ്പമില്ല, ഇവൾ ഓൾറെഡി ലീവ് എടുത്തു. ഞാൻ പക്ഷെ ലീവ് എടുത്തിട്ടില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗൈസ്, നല്ല മഴ. ഞങ്ങളാണല്ലേ ഈ സാധനം തുറന്നിടാൻ പറഞ്ഞു. ഇതാണേ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. മറിഞ്ഞ് വീഴുമെന്ന് ഒരു പിടിയില്ല ഗൈസ്. ഇത് കണ്ടോ, സംഭവമൊക്കെ സെറ്റാണ്, നൈസ്. ഇത് മറിഞ്ഞു വീഴും തോന്നുന്നില്ല, വലിയ കാറ്റില്ല ഗൈസ്. ഇത് നോക്ക്, ഈ സ്ഥലം നോക്ക് നിങ്ങൾ. ഏത് ഗൈസ്, ഈ സാധനം കിടന്ന് ഞാൻ അടുത്തുനിന്ന് മാറിക്കോട്ടോ ഗൈസ്. ഈ സാധനം കിടന്ന് ഇങ്ങനെ ആടി ഒലഞ്ഞോണ്ടിരിക്കുക. ഇത് അവളവിടെ വെക്കുക. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് ഗൈസ് റീൽസ് ഇടാൻ കുറച്ച് വീഡിയോ എടുക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ. ഇപ്പാണ് ഇതാണ് സെറ്റ് മൂഡ്. മഴ വൈബ് എല്ലാവരും ഗൈസ്. ഈ റൂമിലുള്ള എല്ലാവരും പോയി കേട്ടോ, വെക്കേറ്റ് ചെയ്തു അല്ലേ? ഇതാണ് ഞങ്ങളുടെ റൂം. ഒന്നുകൂടി പറയാം, ഇതാണ് ഞങ്ങളുടെ റൂം. വാ പോവാം. നീ വീഡിയോ എടുക്കാനല്ലേ, റീൽ എടുക്കാനല്ലേ? സെറ്റ് ചെയ്യാൻ വാ ഗൈസ്. അപ്പോൾ ഞങ്ങൾ റീൽ എടുത്തിട്ട് റീല് ഇൻസ്റ്റയിൽ കാണും അല്ലേ? വിട്ടോ. ഓക്കെ ഗൈസ്, ഒന്ന് റീൽ എടുത്തിട്ടെ. ഒറ്റ എന്തിലാ വരണ്ട, ഒറ്റ ഇതില് പോയിട്ട് വാ, ഒറ്റ ഇതില് വാ, ഒറ്റ പട്ടി പട്ടി എന്നെ തള്ളിയിട്ടല്ലേ? ഒന്നും കൂടി ഇത് എടുക്കാം. തിരിച്ചു സന്തോഷമായ ഞാൻ ഒന്നും കൂടി എടുക്കാതെ പറഞ്ഞു. ഞങ്ങൾ റീലെടുക്കാൻ വന്നതാണ് കേട്ടോ. ഇവളെന്നെ ചതിച്ച്. ഞാൻ മാത്രം ചാടി, ഇവള് ചാടിയില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു ഗൈസ്, അതെല്ലാം ഇൻസ്റ്റയിലുണ്ട് കേട്ടോ, അതൊക്കെ വന്ന് കണ്ടാൽ മതി. ഒരു കാര്യമില്ലാതെ അദ്ദേഹം ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. എടുക്കണോ? വേണ്ടല്ലോ. ഗൈസ്, ഐലൈനൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ടിരിക്കും അവിടെ. നല്ല മഴയാണ് ഗൈസ്, നല്ല. ഇതേ യശി ഗൈസ്, ഇതോ യശി. വരുക. ഓക്കെ ഗൈസ്, ബൈ. ഇവിടെ കാണാൻ പേടിയാവുന്നു ഗൈസ്. കൺമഷിയൊക്കെ പോയിട്ടെ കറക്റ്റ് യക്ഷി. എനിക്കങ്ങനെ പേടിയാവുന്നു. ഏത് വൈബ്, യക്ഷി വൈബ് ഗൈസ്. ഇവിടെ ഇപ്പൊ ആരുമില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞാൻ മുങ്ങും. ഇല്ല, എന്നാലും എനിക്ക് യക്ഷിനെ പിടിച്ചോ. അടങ്ങി. ഇറക്കില്ല. ഇല്ല. അവിടെ ഇരിക്കാം. നിൽക്ക്. ഇറങ്ങല്ല, ബാക്കിലിരിക്കാം. എത്തിയോ? എന്ത് വെയിറ്റ് നിനക്ക്?
വിസിറ്റ് ചെയ്യാത്തൊരു ഗൈസ് ഞങ്ങൾ ഇത്രയും നേരം പൂളിലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ ഗൈസ്. കിടിലം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കിടിലം ക്ലൈമറ്റ്. തണുത്തൊരു മരം വെച്ച ഒരു രക്ഷയില്ല. ദേ പോണ്ടേ നോക്കി പോണ്ടേ. ആ മഴ പെയ്യുന്ന ഐസ് വെള്ളം, ഇതും ഐസ് വെള്ളം ഗൈസ്. ഒരു രക്ഷയില്ല. ഇതേ ഇവിടെ ഈ റൂമിൽ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് പോയതേ ഉള്ളൂ. അവർ രാവിലെ തൊട്ട് ഉച്ച വരെ പൂളിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി. കിടിലം വൈബ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇത്രയും നല്ലൊരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് മഴയും പെയ്തു. ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ആടി ഒലയുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വൈബ് അല്ലേ? നീയല്ലേ ഇത്ര നേരം വാ പോവാന്ന് പറഞ്ഞിട്ട് നീ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. ആ പോവാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. ഇനി ഒന്ന് കയറി ഡ്രസ്സൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ ബൈ. നമ്മൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് ആവുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ചൂടായിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്പോട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. നമ്മളൊരു സ്റ്റാർട്ടറും മെയിൻ കോഴ്സും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല ഫുഡ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത്ര നല്ല ഫുഡ് കിട്ടൂലല്ലോ. നല്ല ഫുഡ് കേട്ടോ, ഒരു രക്ഷയില്ല. റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് അല്ലേ? റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം കേട്ടോ അല്ലേ? ഇതുണ്ട് GF യു ആർ മൈ ഗേൾ ഫ്രണ്ട്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് GF. വാ ഇവിടെയൊക്കെ കുറേ തെന്നി വീഴ അങ്ങോട്ട്. തെന്നി വീഴ് ഗൈസ്. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. ഇതേ നല്ല കിടിലം. ഇവിടെ മൂന്നാർ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൗണിൽ നിന്നൊക്കെ മാറി ഒരു പീസ് ആൻഡ് കാമായിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. അത് വേറെ കാര്യം ആണ്. റെസ്റ്റോറൻറ്റ് വീഴുവോ നീ? ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. കണ്ടോ നല്ല രസമില്ലേ? നല്ല വൈബല്ലേ? വേറെ വൈബാണിത്. ഇല്ല കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ വന്നാലേ, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലേ. ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. ഞാൻ ഗസ്റ്റാണോ? എന്താ ഹോട്ട് ആൻഡ് സോറും ഓർഡർ ചെയ്തു, നഗറ്റ്സും അല്ലേ? ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ സൂപ്പ്. നല്ല ടേസ്റ്റ് അല്ലേ? അതിന് മാത്രമല്ല ഫൈനലി ഫുഡ് വന്നു. കഴിച്ചു നോക്കിയേ. പറയാനൊന്നുമില്ല, ഇവിടുത്തെ ഫുഡെല്ലാം ഓക്കെയാണ്. ഓക്കെ എല്ലാം ഇല്ല, അത് കുഴപ്പമില്ല. ഫ്രൈഡ് റൈസ്, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ കറി. ഞങ്ങൾ ഗീ റൈസാണ് പറഞ്ഞത്, പക്ഷേ ഗീ റൈസാണ് പറഞ്ഞത്. ഓക്കെ, ഗീ റൈസാണ് പറഞ്ഞത്. ജീര റൈസ് അതില്ല. ഓക്കെ, പക്ഷെ ഏതാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്. ഓട്ടെ, ഇതല്ല അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാം ഗൈസ്, കഴിച്ചിട്ട് വരാം കേട്ടോ.
ചിക്കൻ കറി ചൂടാണ്, എനിക്ക് പിടിക്കും. ചൂടാ. കുറച്ച് ഗ്രേവി, റൈത്ത, ചിക്കൻ കൊണ്ടാട്ടം, ജീര റൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയുണ്ട്. നല്ല ചൂടാ, നല്ല രസമുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഗൈസ് ഫൈനലി ഫുഡ് ഓർഡർ ചെയ്തു. ഗീ റൈസ് ഓർഡർ ചെയ്തു, കൊണ്ടാട്ടം ഓർഡർ ചെയ്തു, ചപ്പാത്തി, ജ്യൂസ്, ഐസ്ക്രീം, പെപ്പർ ചിക്കൻ കറി, ചിക്കൻ, ഹോട്ട് ആൻഡ് സോസ്, സൂപ്പ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് കേട്ടോ ഇവിടുത്തെ. പെപ്പർ അല്ലേ ഇത്? ഞങ്ങൾ നാളെ രാവിലെ 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ മൂന്നാർ ആര് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. നല്ല ഫുഡ്, ഫുള്ള് നല്ല രസമാണ്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഒരു വട്ടമാണ് പുറത്തു പോയത്. ഇവിടെ തന്നെ കാണാം. മൂന്നാർ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു, ഇവിടെ കയറി, ഇവിടെ നിന്ന് ഇരുന്നു, പിന്നെ ഇവിടെ നിന്ന് പുറത്തു പോയി, വേറെ എങ്ങും പോയിട്ടില്ല. ഇവിടെ തന്നെ ഒരുപാടുണ്ട്. ഇവിടെ സ്പായും എല്ലാ കാര്യവും ഇവിടെ ഉണ്ട്. കഴിക്കാം അപ്പോൾ കഴിച്ചിട്ട് വരാം. കഴിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഓൾറെഡി കഴിച്ചാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ്. ഞങ്ങൾ രാവിലെയും പറഞ്ഞ സാധനമാണ്. ഇതിപ്പോൾ വന്ന മുതൽ ഓർഡർ ചെയ്യുന്ന സാധനമാണ്. ഇത് 4th or 5th ടൈം ആണെന്ന് തോന്നുന്നു. 4th ആണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ല. ജിഞ്ചറിന്റെ ടേസ്റ്റ് നല്ല. ഈ സൂപ്പ് ഞങ്ങൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തത്. എല്ലാവരും ഇന്നലെ നൈറ്റ് കഴിച്ച ഹോട്ട് ആൻഡ് സോർ കിഡിലും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമോ, ക്യാമറയിൽ കിട്ടില്ല. കണ്ടോ മരമൊക്കെ നനഞ്ഞിരിക്കുന്നു. പുള്ളി ചാടുന്നുണ്ട്, പക്ഷേ നല്ല തണുപ്പാണ് ഗൈസ്. പിന്നെ ഞങ്ങളിത് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, അതാണ് വേറൊരു കാര്യം അല്ലേ. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ പറ. ഗായ്സ് ഫൈനലി ഞങ്ങൾ നിക്ക് കിട്ടുമോ? ഗായ്സ് ഫൈനലി ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ് ബാഗ് പൊട്ടി. അയ്യോ, എവിടെയാ പൊട്ടി? ഇതാ. നമ്മളിങ്ങോട്ട് പോകുന്നപ്പോഴാണ് മഴ. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ പ്ലാസ്റ്റിക് കവർ പൊതുണ്ടാകുന്നു. ഗൈസ് ഇത് കെട്ടി കഴിഞ്ഞിട്ട് വരാം കേട്ടോ. എന്നിട്ട് കൊണ്ടുപോയി റൂമിൻ്റെ കീ കൊടുക്കണം. എടുത്തു. അയ്യോ, കെട്ടിക്കോ. ഓക്കെ ഗൈസ്, കെട്ടിയിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കീ കൊടുക്കണം. അയ്യോ, ബാഗ് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ്. ചെറിയ നൈസായിട്ടുള്ളൊരു മഴയുണ്ട് ഗൈസ്. മഴയുണ്ട്, ചെറിയൊരു മഴയുണ്ട്. വേറെ പ്രൊസീജിയേഴ്സൊന്നും ഇല്ല എന്ന് വിചാരിക്കാം നമുക്ക്. അതിനെന്താ. അപ്പോൾ ഇതാണ് മൂന്നാർ ഐസ് ക്യൂൻ. ഇത് വാണ്ടറിങ് ക്യൂൻ, അത് ഐസ് ക്യൂൻ. മടുത്തു. കയറി എന്ത് ചെരുപ്പ്.
എന്തെങ്കിലും ടൈപ്പ് ചെയ്യണോ? ഓൾറെഡി ഞങ്ങൾക്ക് റിവ്യൂ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടോളാം. സെയിം എന്തിലല്ലേ ഇടേണ്ടത്? അല്ല എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടോ? ഞങ്ങൾ ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ, ഞാനപ്പോൾ ഇട്ടേക്കാവേ. വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. കാണാം. ഫോട്ടോ ആഡ് ചെയ്യണ്ടേ? ഫോട്ടോ ആഡ് ചെയ്യണം. അതാ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ അവിടെ എത്തിയിട്ട് സ്കാൻ ചെയ്യാൻ കിട്ടുമോ? ഞാൻ സ്കാനറല്ലേ എടുത്തോളാം. ഫോട്ടോ എടുക്കാം. ഓക്കെ ബ്രോ. അയ്യോ കോട. ഇന്നിപ്പോൾ നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ വണ്ടി എടുക്കട്ടെ. വണ്ടി എടുത്തിട്ട് നൈസായിട്ട് വിടുക. വർക്ക് എനിക്കറിയാം ആഴ്ചൻ്റെ വർക്ക് പോവും. അതിനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടെ, അതാണ് ഒരു പ്രശ്നം. ഓക്കെ ഗൈസ്, ബൈ 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 ബൈ. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മഴയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, ഞങ്ങൾ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ആ ഒരവസ്ഥയായി. നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു മൂടി വൈബാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെ ഇടയ്ക്ക് മൂന്നാർ വരുവാണെങ്കിൽ, ആക്ച്വലി മൂന്നാർ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഓ, ഇവിടെ കടയുണ്ടായിരുന്നോ? അത് ചതിയായിപ്പോയി. സിഗരറ്റോ? നമ്മൾ ഈ കട കണ്ടില്ലല്ലേ? ആരാ പേടിച്ചിരിക്കുന്നത്? ഈ ഗായ്സ് ഇവളെ എന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് വിടുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടൊരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് വരാം, ഒന്ന് പോയി നോക്കട്ടെ. ഇവള് സമ്മതിക്കണ്ടേ? നല്ലൊരു സ്ഥലമാണ്. ഇപ്പാണ് നൈസായിട്ടൊരു മഴയുണ്ട്. ഗോപ്ര മൊത്തം നനയും. ഗോപ്ര നനഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പോകും ഗായ്സ്. വാട്ടർ പ്രൂഫ് ഇല്ല. അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണേലും, സ്റ്റാഫ് ആണേലും, റെസ്റ്റോറൻറ്റിലെ ആൾക്കാരാണേലും, ഫുഡാണേലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും ഇവിടെ വന്നതിനൊരു വേർത്തുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 2 പേരും മാത്രം എങ്ങോട്ടേലും പോകുന്നത്. ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്യാറില്ല എവിടെയും. ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് വരാറ്. പിന്നെ പോകുമ്പോൾ അമലുണ്ടാവും, ഷിഫാസ് ഉണ്ടാവും, അങ്ങനെ ഗ്യാങ് ആയിട്ട് ഞങ്ങൾ പോകാറുള്ളൂ. അത് വേറൊരു വൈബാണ് കേട്ടോ. ഗ്യാങ്ങായിട്ട് പോകുന്നത് വേറൊരു വൈബാണ്. സോ ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു അല്ലേ ഞങ്ങൾ 2 പേരും മാത്രമായിട്ടൊരു ട്രിപ്പ് പോകുന്നത്. സോ അത് വേറൊരു ഫീലാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് മാത്രം പ്രൈവസി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ, ഞങ്ങളുടേതായ ക്വാളിറ്റി ടൈംസ് ഉണ്ട്. സോ അതൊക്കെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതിന് വലിയൊരു താങ്ക്സ് പറയേണ്ടത് മൂന്നാർ ഐസ്ക്യൂൺ റിസോർട്ടിനാണ് കേട്ടോ. അപ്പോൾ അത് അവളവിടെ നിന്ന് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് കേൾക്കുമോയെന്ന് അറിയില്ല. പക്ഷെ അത് നല്ലൊരു ഹാപ്പി ടൈംസ് ആയിരുന്നു ഞങ്ങൾക്ക്. അതെ ഗൈസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നല്ലോണം സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ റിസോർട്ട് അവൾക്ക് പറ്റിയൊരു വൈബ് കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടൗൺ ഏരിയയിലും അല്ല, നല്ല പീസായിട്ട് കാമായിട്ടുള്ളൊരു സ്ഥലത്താണിത് റിസോർട്ടുള്ളത്. സോ അവൾക്കത് എന്നെക്കാളും നല്ലോണം അവൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ നിങ്ങളെ പറഞ്ഞ് കുറേ മടുപ്പിക്കുന്നില്ല. പോകുന്ന വഴിക്ക് വേറെ നല്ല നല്ല സീൻസോ സ്ഥലങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വ്ളോഗ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇനി വീക്കെൻഡ്സിൽ എല്ലാ ദിവസവും ഓരോ വ്ളോഗ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ.
പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ആർട്ടിഫിഷ്യലി ആയിട്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ കൊള്ളാം കേൾക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓ ഗൈസ് മഴയാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യുവാണ്. ഇന്നലെ വന്നപ്പോൾ വഴി തെറ്റിയ പോലെ ഇനി തെറ്റാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ ബൈ. മഴ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മഴ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടേക്കാണ് കേട്ടോ. കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതുണ്ടോ കോട, ആ ഭാഗത്തേക്ക് നോക്കിയാൽ ഫുൾ കോടയാണ്. ഏതോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. മിക്കവാറും ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെ ആകാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് വീഡിയോസ് ഒന്നും കാണില്ല, അത്രയും നല്ല മഴയാണ്. മഴ കൊള്ളാതെ പെട്ടെന്ന് എങ്ങനെയും വീട്ടിലെത്താന്ന് വിചാരിച്ചാ. ഈ റെയിൻകോട്ട് മേടിച്ചതേ റീലിടാൻ വേണ്ടി കേട്ടോ. പക്ഷെ ഞങ്ങൾ ഈ റെയിൻകോട്ട് ഇട്ടിട്ട് മഴ നനയാൻ പോകും. അപ്പൊ മഴ പെയ്യില്ല, ആവശ്യമുള്ള സമയത്ത് മഴ പെയ്യില്ല. ആണ് അവസ്ഥ. പണി ഇതാണ്ടോ കോട, കോട വരുന്നുണ്ടോ? അയ്യോ, നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാല്ലേ? അപ്പൊ ഗായ്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ കുറേ റീൽസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി ചെക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അതിലെല്ലാം. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, യൂട്യൂബിലും കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റയിലും കൊടുക്കും. നിങ്ങൾ കപ്പിളായിട്ട് പോയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്ത് നോക്ക്, എൻജോയ് ചെയ്തു. ഫ്രണ്ട്സായിട്ട് വേണേലും പോവാം, എങ്ങനെ വേണേലും പൊക്കോ, നല്ല വൈബായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ.